കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ രാവിലെ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ. തിരക്കട്ട് ദിവസങ്ങളിലൊക്കെ എങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് അവരോട് പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് റവ ഇട്ടെടുക്കാം. ഇനി റവ എടുത്ത കപ്പിന് അതേ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ റവ വറുത്ത റവയൊന്നുമല്ല കേട്ടോ, വറുക്കാത്ത റവ തന്നെയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. പിന്നെ തൈര് എടുക്കുമ്പോൾ കൂടുതൽ പുളിയുള്ള തൈര് എടുക്കരുത് കേട്ടോ. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ആ ഒരു സമയം നമുക്ക് അതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലോട്ട് ഇനി നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ റവ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് 1/4 കപ്പ് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വെജിറ്റബിൾസ് ഏതൊക്കെയുള്ളത് വെച്ചെങ്കിൽ അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും കൂടെ ഒക്കെ ചേർത്ത് ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മൾ കുക്കുംബറാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ഇതേപോലെ തന്നെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എല്ലാതും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ബ്രേക്ക്ഫാസ്റ്റിക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒരു കറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് ഇങ്ങനെ തന്നെ നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാൻ അടിപൊളി കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ തന്നെ കഴിച്ചോളും. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകൊന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ അതിലോട്ട് ചേർത്തെടുക്കുകയാണ്. പിന്നെ നമ്മളിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൈരൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു എരിവും മധുരവും പുളിയും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്. നന്നായിട്ട് തന്നെ ഇനി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസായിട്ട് ഈ ദോശൻ്റെ ആ ഒരു കട്ടിയിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ദോശൻ്റെ ആ ഒരു ഇതിൽ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ചൊരു കട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലോട്ട് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. അടയൊക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ. അപ്പോൾ അതുപോലെ കുറച്ച് കട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഇതൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇത് ചുട്ടെടുക്കാം. അതിനായിട്ട് ഇത് പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ബ്രഷാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മാവ് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെക്കാം. ഒരു മിനിറ്റ് സമയം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ ഒരു ഭാഗം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തൂവി കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതാ റവ കൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ദോശച്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഓയിലൊന്ന് തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മാവിലോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ലൂസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നമുക്കൊന്ന് പരത്തിയിട്ടൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതായി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് ഓയിലൊന്ന് തൂവി കൊടുത്തതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറി ഇല്ലാതെ തന്നെ ചൂടോടെ തന്നെ നമുക്കിത് കഴിക്കാം കേട്ടോ. നല്ല അടിപൊളിയാണ്. പ്രത്യേകിച്ച് തിരക്കിട്ട ദിവസങ്ങളിലൊക്കെ രാവിലെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.